എല്ലാവർക്കും സിമ്പിൾ ട്രേഡർ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നാണ്. കുറേ പേരൊക്കെ ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടൊക്കെയാണ് ട്രേഡ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കളിക്കുക. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ അത്ര റിസ്ക് കുറയണതാണ്. അല്ലെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കളിക്കാൻ നോക്കുക. ഞാൻ യൂസ് ചെയ്യണ ബ്രോക്കർ കൊട്ടക് ന്യൂ ബ്രോക്കറാണ്. ഞാൻ ഈ ബ്രോക്കറിലാണ് ഞാൻ എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണേ പഠിപ്പിക്കണേ. നിങ്ങളുടെ ബ്രോക്കറിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ബ്രോക്കർ ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ബയോയിലുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കയറി നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്കപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ എങ്ങനെ നോക്കാം. ഇപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡ് ചെയ്താന്ന് വിചാരിക്കും. ഈ ഒരു ബിൽഡപ്പാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ബിൽഡപ്പിൽ സപ്ലൈ ബിൽഡപ്പിൽ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുക്കണമെന്ന് വിചാരിക്കും. മാർക്കറ്റ് ഇവിടെ വരുമ്പോഴാണ് എൻ്റെ എൻട്രി. ഞാൻ എൻട്രി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ എനിക്ക് എൻട്രി ഉണ്ട് നോക്കുമ്പോൾ പ്ലാൻ ചെയ്തേക്കണാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ സ്വിങ് ഐ ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ എൻ്റെ എൻട്രി, ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഞാൻ വെച്ചേക്കണത് എൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ലോയാണ്. ഇന്നത്തെ ലോയാണ് എൻ്റെ ടാർഗറ്റ്. ഞാനൊരു ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ എന്തെടുക്കണ്ടേ, പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. പുട്ട് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റിയിലാണ് എൻ്റെ എടുക്കണേ. അപ്പോൾ പുട്ട് ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റി എടുക്കുക. ബാങ്ക് നിഫ്റ്റി പ്രീമിയം എടുക്കുക. അതിൽ ഇന്ത മണി എടുക്കുക. സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ ചൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ പറയട്ടെ. അപ്പോൾ ഒരു വീഡിയോ നമുക്ക് ഇറക്കാം. അപ്പം ഒരു ഇന്ത മണി എടുത്ത് ഞാൻ ഇന്ത മണി. അപ്പോൾ നമ്മുടെ പ്രീമിയം ചാർട്ടും ഫ്യൂച്ചർ ചാർട്ട് ഏകദേശം ഒരേപോലെ. ഞാൻ ഫ്യൂച്ചറൊക്കെ എടുക്കണേ എൻട്രി. കുറേ പേരൊക്കെ മറ്റേ ഇൻഡെക്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇൻഡെക്സ് ഒക്കെ എടുത്താൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇത്തിരി കൂടി ആക്യുറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്യൂച്ചർ ചാർട്ടാണ്. അതുകൊണ്ടാണ് ഫ്യൂച്ചർ ചാർട്ട് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻട്രി തന്നെ. അപ്പോൾ ഏകദേശം പ്രീമിയത്തിൽ നമ്മളിപ്പോൾ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ബൈഡ്സിന് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റേ ഓപ്ഷൻ ചെയ്യാത്തവർക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് ഇപ്പോൾ ഇവിടെ താഴത്തോട്ടുള്ള ഇവിടെ മേലോട്ടാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ഇതിപ്പോൾ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ഇറക്കി ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് എൻ്റെ ഏകദേശം കറക്റ്റ് ഒരിക്കലും ഇല്ല എന്തായാലും ചാർട്ട്. ഈ പ്രീമിയം മെൽറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ എൻട്രി വന്നത് ഏകദേശം ഇവിടെയാണ്. അപ്പോൾ ഈ ഇതിലാണ് എൻ്റെ ഒരു 726 എൻ്റെ എൻട്രി വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ എൻട്രി പ്ലേസ് ചെയ്ത് എടുത്തിട്ടില്ല. ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന നേരത്തെ ടാർഗറ്റ് ചെയ്താണ് ഈ സ്വിങ്ങായി ഇതിൽ ഇവിടെ. ഇതാണ് പുട്ട് ഓപ്ഷനിൽ മേളിലോട്ട് വരുള്ളൂ. നമ്മൾ ബയ്യറാണ്, ഓപ്ഷൻ ബയ്യറാണ്. അപ്പോൾ എൻ്റെ ഈ സ്വിങ് ലോയിലായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ സ്വിങ് ലോൻ്റെ അടിയിലേക്ക് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എൻ്റെ എത്ര പോയിന്റ് 40 ഇവിടെ കാണിക്കണ്ട. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കണ്ട. സ്റ്റോപ്പ് 40, ടാർഗറ്റ് 91 കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ. അപ്പം ഞാൻ ഇവിടെ ബൈ ഓപ്ഷൻ ഇങ്ങനെ എന്നിട്ട് നമ്മുടെ മാർക്കറ്റ് ഇവിടെ എത്തി വിചാരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ബൈ ചെയ്യണ്ടേ. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യടാ. ഇൻട്രാഡേ ആണ് ചെയ്യണത്. നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇടാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്ര ഇരുന്ന് 40 പോയിന്റ്. അപ്പം 40 ടൈപ്പ് ചെയ്യുക. ടാർഗറ്റ് നമുക്ക് 91 കൊടുക്കണമെന്നില്ല. ഞാൻ 91 കൊടുക്കാം. നിങ്ങൾക്ക് കറക്റ്റ് ടാർഗറ്റ് എക്സീഡ് അടിക്കുന്നത് 91 കൊടുക്കാം. ടാർഗറ്റ് ഞാൻ വേണമെങ്കിൽ 200 കൊടുക്കും. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഞാൻ ട്രെയിൽ എക്സീഡ് അടിക്കാറ്, അല്ലെങ്കിൽ മാനുവലായിട്ട് എക്സീഡ് അടിക്കും. ഓട്ടോമാറ്റിക്കായി എക്സീഡ് അടിക്കാറില്ലേ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 91 പോയിന്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടാർഗറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാത്തത്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എത്രയാണ് 91 അല്ലേ. അപ്പോൾ ഇവിടെ 91 കറക്റ്റ് അടിക്കുക. ചിലപ്പോൾ 91 മേലെ പോകും. എന്നിട്ട് ഇവിടെ ബൈയിങ് പ്രൈസ് എത്രയായിരുന്നു ഇവിടെ വരുന്നത്? ഏകദേശം 725 സംതിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ 725 കൊടുക്കാം. നമുക്കപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ലോഡ് സൈസും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ആയിട്ടും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ കൊട്ടക് ന്യൂ ബ്രോക്കറാണ്. കുറഞ്ഞ ബ്രോക്കറേജ് ഉള്ളൂ. കുറഞ്ഞൊരു എമൗണ്ട് പിടിക്കുള്ളൂ. ഇപ്പം നമ്മൾ വേറെ ബ്രോക്കർ യൂസ് ചെയ്യണമെങ്കിൽ തുടക്കക്കാർക്കാണ് ഞാൻ പറയണേ. നല്ല എമൗണ്ട് ഇട്ട് കളിക്കുന്നവർക്ക് ബ്രോക്കറേജ് അത്ര വിഷയമില്ലായിരിക്കും. തുടക്കക്കാർക്ക് ഒരു ലോട്ടൊക്കെ വാങ്ങിച്ച് കളിക്കുന്നവർക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറേ ആപ്പ് ഉണ്ട്. ഞാൻ പേര് പറയല്ല. ആപ്പിലൊക്കെ ഒരു 50 എല്ലാത്തിലും ഒരു 50 വന്നത് ഒരു ലോട്ട് എടുക്കുമ്പോൾ. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ 5 ട്രേഡ് എടുത്ത് നോക്കി. ഓവർ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. ദിവസം ഒരു 3 ട്രേഡൊക്കെ മിനിമം എടുക്കുക. ഒരു 5 നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറേ ട്രേഡ് എടുക്കും. 5 50 എടുക്കും. നമ്മൾ ഒരു 5 കൂട്ടുക. 50 എടുക്കുന്ന വെച്ചാൽ പ്രാന്ത് കിട്ടാട്ടെ. അങ്ങനെ എല്ലാവരും എടുക്കുന്ന പറഞ്ഞല്ല. ഒരു 5 കൂട്ടാം. അപ്പം 5 ട്രേഡ് ഒരു ദിവസം കൂട്ടാം. അപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് 50 രൂപ വെച്ചാൽ പോകണം. ഓപ്ഷൻസ് ഒരു ലോട്ട് എടുക്കുമ്പോൾ തുടക്കക്കാർ ഒരു ലോട്ടൊക്കെ ചെയ്യാൻ പറയുള്ളൂ. ഞാൻ ഒരു ലോട്ട് എടുക്കുമ്പോൾ
അപ്പോൾ നമ്മൾ ഒരു ദിവസം 5 കൊടുക്കണം. അപ്പോൾ എത്ര രൂപ നമ്മുടെ ഒരു ട്രെയിനിൽ 50 രൂപ വെച്ച് 5 കൊടുക്കുമ്പോൾ 250 നമ്മുടെ ഒരു ദിവസം പോകണതാണ്. അപ്പോൾ നമ്മൾ 10 ദിവസം കൊടുക്കുമ്പോൾ 2500 രൂപ പോകണതാണ് 10 ദിവസം കൊണ്ട്. അപ്പം നമ്മൾ തുടക്കാരെ നമ്മൾ കുറച്ച് ക്യാപിറ്റലിട്ട് ഒരു ലോട്ട് എടുത്ത് കളിക്കുമ്പോൾ നമുക്ക് 2500 പോകുന്നത് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ തുടക്കക്കാർക്ക് ഇതല്ല, വേറെ ബ്രോക്കറേജ് ഒക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ചെറിയ ചാർജ് എന്ത് പോകണുള്ളൂ, 10 താഴെ എന്ത് പോകണുള്ളൂ ഒരു ട്രേഡിൽ. എന്നിട്ടാ വേറെ ബ്രോക്കറൊക്കെ ഉണ്ട്, സീറോ ബ്രോക്കറേജ് ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. തുടക്കക്കാർ എപ്പോഴും ബ്രോക്കറേജ് കുറവിൽ യൂസ് ചെയ്യാൻ പറയുള്ളൂ. എന്നിട്ട് പഠിച്ച് കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ക്യാപിറ്റൽ കൂട്ടുമ്പോൾ നല്ല ബ്രോക്കറിലേക്ക് മാറാം. നിങ്ങൾക്ക് ഈ ബ്രോക്കറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ബയോയിലുണ്ടാവും. കൊട്ടക്കനിയോ ചെറിയ എന്നിട്ട് നമ്മൾ തുടങ്ങും. ഒരു വർഷത്തേക്ക് എന്തോ 100 രൂപയ്ക്ക് എന്തോ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അത് മാത്രമേ നമ്മുടെ പോകുള്ളൂ. പിന്നെ കുറച്ച് എമൗണ്ട് പോകുള്ളൂ. ഒരു ദിവസം ഒരു ലോട്ടിന് എത്ര 3-5 എത്രയൊക്കെ പോകണുള്ളൂ. ഇപ്പം കുറച്ച് മാറിയണമെന്ന് തോന്നണം. എന്നാലും ഇത്ര ഇല്ല. ഞാൻ ചെയ്യുമ്പോൾ അത്ര ഞാൻ ഇപ്പം ശ്രദ്ധിക്കാറുമില്ല. അത് അറിയണമില്ല ഞാൻ പൈസ പോകണ്ടെന്ന്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ബയോയിലുണ്ട്. എന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അപ്പോൾ 270 നമ്മൾ എൻ്റർ തന്നെ. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചെയ്യണം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ബൈ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഡെൽറ്റ കുറഞ്ഞ് ഇവിടെ താഴെ നമുക്ക് 725 താഴെ കിട്ടും. സ്റ്റോപ്പ് ലോസ് 40 പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യണേ. എങ്ങനെയായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എൻട്രി ഇതിൽ നോക്കും. നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ഇൻഡസ്ട്രി ആയിട്ട് നോക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ എൻട്രി മാർക്ക് ചെയ്യും. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ എന്നിട്ട് നേരെ പോകുന്നു, നമ്മുടെ ബ്രോക്കർ എടുക്കുന്നു, നമ്മൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ്. എന്നിട്ട് നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് യൂസ് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് എടുക്കാറിയത്തവർക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. സ്ട്രൈക്ക് പ്രൈസ് യൂസ് ചെയ്യുന്നു. ഏകദേശം ഒരേപോലെ ആയിരിക്കുള്ളൂ ചാർട്ട്. എല്ലാവരും ഇൻ ദ മണി എടുത്ത് കളിക്കുക. ഔട്ട് ഓഫ് ദ മണിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മുടെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. പുട്ട് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഏകദേശം ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ടാവണമെന്നില്ല കേട്ടോ. ഇവിടെ എത്താറ. എന്നാലും ഈ ചിലപ്പോൾ നമുക്ക് ഇതിലിവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ എത്തും. മനസ്സിലായ? അതിലൂടെ എത്തുമ്പോൾ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്താൽ തന്നെ. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞത് ഇപ്പം. എന്നിട്ട് ഇവിടെ എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, ടാർഗറ്റ് വയ്ക്കുക. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ബൈ കൊടുക്കുക. എന്നിട്ട് എത്ര ഇരുന്ന് ഓവർനൈറ്റ് മാറ്റുക. ഇൻട്രായിൽ ബ്രാക്കറ്റ് ഓർഡർ കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് എത്ര ഇരുന്ന് 40 പോയിന്റ് അത് കൊടുക്കുക. ടാർഗറ്റും 100 പോയിന്റ് അല്ലേ, 100 പോയിന്റ് 100 കൊടുക്കുക. അതൊക്കെ അങ്ങനെ ഫിക്സ് ആയിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലോട്ടിൻ്റെ പ്രോഫിറ്റ് കാണിക്കും. പോവുകയാണെങ്കിൽ 600 കിട്ടുകയാണെങ്കിൽ 700 രൂപ. എന്നിട്ട് നമ്മുടെ ഇതിലത്തെ സ്റ്റോപ്പ് ലോസ് എത്ര എഴുതുന്നില്ല, നമ്മുടെ എൻട്രി 817. അപ്പോൾ 817 നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. 817 ഇട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ മെയിൻ ചാർട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഇതെടുക്കുക. എന്നിട്ട് അപ്പോൾ എമൗണ്ട് ആക്കിയിട്ട് ബൈ കൊടുക്കുക. അതാക്കണമെന്നില്ല. അതിന് മേലിട്ട് ബൈ ചെയ്താൽ അപ്പോഴത്തെ എമൗണ്ട് കിട്ടും. അത് താഴെ കൊടുക്കാൻ പാടില്ല. അതിന് മേലുള്ള കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ പ്രീമിയം എത്രയാണോ അതിനോട് ബൈ ചെയ്യുക. അങ്ങനെ ചെയ്യണ്ടേ. ഇതൊരു ഫിക്സഡ് അല്ല. ഇതിൽ കുറച്ച് ചേഞ്ച് വരും. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കൃത്യമായിരിക്കുള്ളൂ, മാറ്റം വരില്ല. ഇങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കണേ. ഇത്ര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യും സ്റ്റോപ്പ് ലോസ് കളിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നല്ല കുറേ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കളിക്കും. ഇപ്പോൾ കണ്ട ഒരു ലോട്ടി പോകണ 600 രൂപയാണ്. ഇപ്പോൾ ചില സ്റ്റോപ്പ് ലോസ് ഒക്കെ കളിച്ചിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒറ്റയടി താഴത്തോട്ട് വീഴും. ഇത്ര കണ്ട് ചാടിക്കളയും. ഇങ്ങനെ വീഴ്ച വീഴും. അപ്പോൾ എല്ലാ പൈസയും പോകും. അപ്പോൾ എല്ലാ സ്റ്റോപ്പ് ലോസ് കളിക്കും. ഇത്ര ഉള്ളൂ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ വേറെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ആക്കാം. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണത് എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രോക്കർ വേണമെങ്കിൽ ലിങ്ക് ബയോയിലുണ്ട്. ഈ ബ്രോക്കർ യൂസ് ചെയ്യുക. കുറഞ്ഞ ബ്രോക്കറേജ് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ ബ്രോക്കറേജിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ആ ബ്രോക്കറിനുള്ള എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണേന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.